ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഒരു അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കപ്പഴം വെച്ചിട്ട് നമ്മളൊരു ഓട്ടട ഉണ്ടാക്കുകയാണ്. അത് ആവിയിലും വേണമെങ്കിൽ പുഴുങ്ങിയെടുക്കാം, കല്ലിലും ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് ചക്കയുടെ സീസണാണ്. കുട്ടികൾക്കൊക്കെ ചക്കപ്പഴം പച്ചയ്ക്ക് കൊടുക്കാതെ ഇങ്ങനെ കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. വയറുവേദനയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. പിന്നെ ശർക്കര, ഏലക്ക, കുറച്ച് ചക്ക ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അരയണ്ട, ഒന്ന് കറക്കി എടുത്താൽ മതി. ചെറിയ ചെറിയ തരി വേണം. പിന്നെ വേണ്ടുന്നത് തേങ്ങ. നമുക്ക് ഇതൊന്ന് തയ്യാറാക്കാം. ആദ്യമേ തന്നെ മാവ് ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം. സ്വല്പം ഉപ്പ് നമുക്ക് ഇടാവുന്നതാണ്. ഇച്ചിരി ചൂടുവെള്ളത്തിലാണ് ഇത് കുഴയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു മയം കിട്ടും മാവിന്. അപ്പോൾ മാവെല്ലാം നല്ലപോലെ ചപ്പാത്തി പരുവം നമ്മളെടുക്കും. ഇച്ചിരി കൂടെ ഒരു ലൂസ് വേണം, എങ്കിലേ നമുക്ക് ഇലയിലോട്ട് പരത്തിയെടുക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മയമാക്കാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന ഫില്ലിങ്ങിനുള്ള സാധനമാണ് ചക്ക ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇച്ചിരി ശർക്കര ചേർത്തിട്ടുണ്ട്, തേങ്ങ. മധുരമൊക്കെ ചക്കയ്ക്ക് മധുരമുണ്ട്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. ഷുഗറുകാർ കഴിക്കുന്നെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാതെ തന്നെ എടുക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇച്ചിരി ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്താൽ ആദ്യമേ തന്നെ നമുക്ക് ക്രഷ് ചെയ്ത് ചക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കരയൊക്കെ ഒരുപാട് ഇടണ്ട, ഞാൻ കുറച്ചേ ഇടത്തുള്ളൂ. മധുരം ചക്കയ്ക്ക് ഒരു മധുരം ഉണ്ടല്ലോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇടാൻ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി. മധുരം ബാലൻസ് ചെയ്യാൻ എപ്പോഴും നമ്മൾ സ്വല്പം ഉപ്പിടണം. ഇനി ഏലക്ക ഇട്ട് കൊടുക്കുക, തേങ്ങ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്ത് ഇനി നമുക്ക് തയ്യാറാക്കാം. മാവ് നന്നായിട്ടൊന്ന് ഇരുന്ന് മയമായിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ബോളാക്കാം. പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കയ്യിലൊന്ന് വെള്ളം തൊട്ട് നനച്ചിട്ട് വേണം പരത്താൻ. അപ്പോൾ നമുക്ക് പരത്തുന്നതിന് എളുപ്പമുണ്ടാവും. ചിലത് നല്ല ഹാർഡായിട്ട് വരുമല്ലോ, അപ്പോൾ അത് ഒഴിവാകാനാണ് നമ്മൾ കൈ നനയ്ക്കുന്നത്. ഓരോ പ്രാവശ്യവും കൈ നനച്ച് നമ്മൾ പരത്തിയെടുക്കാം. അതുപോലെ ഇല എടുക്കുമ്പോൾ നമ്മൾ ഇലയുടെ 4 അരിവും ചേർത്തങ്ങ് പരത്തരുത്. ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ വട്ടം നടുക്ക് മാത്രം പരത്തിയെടുക്കുക. നല്ല മയമായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ നോക്കുക. അത് മാക്സിമം കട്ടി കുറച്ച് തന്നെ പരത്തുക. അതായത് നമ്മൾ ഇത്രയും സ്പേസ് വിട്ടിട്ടാണ് പരത്തിയെടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇലയിൽ അട പരത്തി എല്ലാവരും ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് എടുക്കുന്നത്. എനിക്കിത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം 4 അരിവും നമ്മൾ ചെയ്യുമ്പോൾ കരിയാനും സാധ്യതയുണ്ട്. ഇലയൊക്കെ കരിയുമ്പോൾ ഇതിപ്പം നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും, ഉള്ളു വേവാതിരിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുടെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. പാചകം ഒരു കല തന്നെയാണ്. നമ്മൾ എങ്ങനെ എടുക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. എത്രയും നല്ലതാക്കിയെടുത്താൽ നമുക്കതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും ഒക്കെ കിട്ടും ആഹാരത്തിന്. പരത്തുമ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് പരത്തിയിട്ട് വേണം ഫില്ലിങ് വെക്കാൻ. അപ്പോൾ കൈ വൃത്തികേടാവത്തില്ല. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഫില്ലിങ് ചേർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഫില്ലിങ് ചേർക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഹാഫ് പോർഷന് നന്നായിട്ട് സൈഡ് വരെ ഫില്ല് ചെയ്യുക. ഒരു ശകലം പോലും വേസ്റ്റ് ആക്കാതെ നമ്മൾ സൈഡ് മൊത്തം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് മധുരം എല്ലായിടത്തും ഒരുപോലെ കിട്ടും. എന്നിട്ട് ഇതിങ്ങനെ മടക്കി വെക്കുമ്പോൾ അകത്തെ ഇതും കിട്ടും. ഇതിപ്പോൾ ഇത്രയും ഭാഗം വെളുത്തിരിക്കുന്നുണ്ട്. അത് നമ്മളിങ്ങോട്ട് മടക്കുമ്പോൾ മറ്റേതിലോട്ട് ചേരും. ഇത് ചുട്ടെടുക്കാം. ചട്ടി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക. നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ ഒരു ശകലം വെള്ളം നമ്മളൊന്ന് തളിക്കണം. ഓട്ടട നമ്മൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ വെള്ളം തളിക്കുന്നത്. അപ്പോൾ ഇലയൊന്നും കരിഞ്ഞു പോകത്തില്ല. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം.
അപ്പം നല്ല മയവുള്ള ഓട്ടട നമുക്ക് കിട്ടും. അതുപോലെ ചട്ടി എടുക്കുമ്പോൾ നമ്മൾ ദോശ ഇടുന്നത് പുതിയ ചട്ടിയൊന്നും എടുക്കരുത്. പിന്നെ നമുക്ക് ദോശ ഇടുമ്പം ഇളകി വരാൻ പാടായിരിക്കും, അടിക്ക് പിടിക്കും. അപ്പോൾ ഇത് എൻ്റെ ഒരു പഴയ ഇരുമ്പ് ചട്ടിയാണ്. ഞാനിപ്പോൾ ഓട്ടട ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചേക്കും. പുതിയത് എടുത്തു കഴിഞ്ഞാൽ ഓട്ടട ഉണ്ടാക്കിയാൽ പിന്നെ അത് ദോശ ഇടാനൊന്നും കൊള്ളത്തില്ല, അടിക്ക് പിടിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് മാറ്റി വെക്കാം. ഒരു വശം പെട്ടെന്നായി, ഇല കരിയുന്നതേ ഇല്ല. പിന്നെ ഇത് തിരിച്ച് അടച്ചു വെക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇതാണ്, ഇല കരിഞ്ഞു പോകത്തില്ല. അപ്പം നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ഓട്ടടയെല്ലാം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അത് ഒട്ടും കരിയാതെ നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്, ഇലയിൽ നിന്ന് ഇളകി വരുന്നുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കിയാലോ, എന്താ ഒരു ഭംഗിയും മണമൊക്കെ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. ഇതുപോലെ നല്ല നല്ല വെറൈറ്റീസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചക്കയുടെ റെഡി ആയിരിക്കുന്നു. വാഴയിലയിൽ ചുട്ടെടുക്കുമ്പം തന്നെ നല്ലൊരു ഹെൽത്തി മണമാണ്. നമുക്കിത് കഴിക്കാം.